ഇസ്രായേൽ നയങ്ങൾക്കെതിരെ അടിപതറാതെ നിലകൊണ്ട യഹിയ സിൻവാറിന്റെ മരണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ പോരാടാൻ എത്തിയിരിക്കുകയാണ് യഹിയയുടെ സഹോദരൻ മുഹമ്മദ് സിൻവാർ. ഇറാൻ മാധ്യമമായ പ്രസ് ടിവിയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. മുഹമ്മദ് സിൻവാർ ഗ്രൂപ്പിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫ് ആയതായി വാൾ സ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധമുഖത്ത് ഇസ്രായേലിനെതിരെ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ ഗാസ മുനമ്പിൽ പ്രത്യാക്രമണവുമായി നിലകൊണ്ടതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നേതാവായി ഗ്രൂപ്പ് അംഗങ്ങൾ സ്ഥിരീകരിച്ചത്. ഹമാസ് എന്ന ശക്തിയെ ഇല്ലാതാക്കാമെന്ന ഇസ്രായേലിന്റെ അതിമോഹത്തിന് കൂച്ചുവിലങ്ങിടുന്നതാണ് ഇസ്രായേൽ സൈനിക വക്താവിന്റെ തന്നെ ഇപ്പോഴുള്ള തുറന്നു പറച്ചിൽ. രാജ്യം ഒരു യുദ്ധത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ എതിരാളികളുടെ ശക്തിയിൽ ഭയപ്പെട്ടിരിക്കുകയാണ് സൈനിക വക്താവിന്റെ തന്നെ ഏറ്റുപറച്ചിൽ ഇസ്രായേലിന് നൽകുന്നത് ചില്ലറ നാണക്കേടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആത്മബലം കൊണ്ട് മാത്രം യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. അതിന് സൈനികവും ആയുധപരവുമായി ഐക്യപരമായുള്ള ബലം വേണം. എല്ലാം ഉണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിന്റെ സൈനിക ശേഷി ചുരുങ്ങിയതായും ആത്മവിശ്വാസം ദുർബലപ്പെടുത്തുന്നതുമായ കാഴ്ചയാണ് നിലവിൽ ഇസ്രായേലിൽ നിന്നും കാണാൻ ഇപ്പോൾ സാധിക്കുന്നത്. രാജ്യത്തെ എല്ലാ തടവുകാരെയും ആക്രമണത്തിലൂടെ തിരിച്ചയക്കുന്നത് അസാധ്യമാണെന്നും ഹഗാറി ഊന്നി പറയുന്നു. തടവുകാരെ മറ്റൊരു രീതിയിൽ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഇസ്രായേലിന് നന്നായിട്ടറിയാം ഹമാസിനെ തൊട്ടാൽ ഇറാൻ, യമൻ അടക്കമുള്ള കൂട്ടാളികൾ ഇസ്രായേലിനെ വളയുമെന്ന കാര്യം. അവരുടെ ഭാഗത്തു നിന്നും ഒരാക്രമണം ഉണ്ടായ നിലനിൽപ്പിനുള്ള പരാക്രമങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ അധിനിവേശ വെസ്റ്റ് ബാങ്ക്, തന്ത്രപ്രധാനമായ ജോർദാൻ താഴ്വര, അഫൂല പ്രദേശം, ബെയ്റ്റ് ഷിയാൻ നഗരം എന്നിവിടങ്ങളിലേക്ക് യമൻ സായുധ സേന മിസൈൽ വിക്ഷേപിച്ച് ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. യമനിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ചതിന്റെ റിപ്പോർട്ടുകളെ തുടർന്ന് ഇസ്രായേലിന്റെ ബൈൻ ഗുഗോറിയോൺ വിമാനത്താവളത്തിലെ എല്ലാ വിമാനങ്ങളും അധികൃതർ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഇൻകമിംഗ് വിമാനങ്ങൾ ബദർ സ്ഥലങ്ങളിലേക്ക് റീഡയറക്ട് ചെയ്തെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ചെങ്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ഭരണകൂടവുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകൾക്കുമെതിരെ യമൻ ഉയർന്ന ഭീഷണിയാണ് നിലവിൽ നൽകുന്നത്. ടെൽ അവീവ് ഉൾപ്പെടെയുള്ള അധിനിവേശ പ്രദേശങ്ങളിൽ യമൻ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിഡ് മിസൈലുകൾ, 2000 കിലോമീറ്റർ അകലെ വരെ എത്താൻ കഴിയുന്ന ഡ്രോണുകൾ എന്നിവയെല്ലാമാണ് യമന്റെ ആയുധപ്പുരയിൽ ഇപ്പോൾ ഉള്ളത്. ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ കീഴ്പ്പെടുത്താൻ കെൽപ്പുള്ള ശേഖരം യമന്റെ കയ്യിലുണ്ടെന്നാണ് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആക്രമണം നേരിട്ട ഉടൻ തന്നെ ഇസ്രായേൽ വാളെടുത്തിറങ്ങിയത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കരവിമാന ആക്രമണം അവസാനിക്കുന്നത് വരെ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് യമൻ സായുധ സേനയുടെ തീരുമാനം യമൻ മാത്രമല്ല, ഇസ്രായേൽ ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് ഭയക്കുന്ന ഒരു എതിരാളിയായി ഇറാൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നേരത്തെ തന്നെ ഇറാന്റെ ശക്തിയുടെ പ്രഹരം പലവട്ടം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഇസ്രായേൽ. ഇസ്രായേലിനെതിരെ ഇപ്പോൾ കൂടുതൽ ശക്തി ആർജിച്ചു വരികയാണ് ഇറാൻ. ഇറാനിയൻ ആർമിയുടെ കോംബാറ്റ് ഓർഗനൈസേഷനിൽ 1000-ഓളം തന്ത്രപ്രധാനമായ സ്റ്റെൽത്ത്, ആന്റി ഫോർട്ടിഫിഷൻ, ആളില്ലാ വിമാനങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയതായി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർമി ഫോഴ്സ് കോർഡിനേഷൻ ഡെപ്യൂട്ടി ചീഫ് റിയൽ അഡ്മിനേറ്റർ ഹബീബുള്ള സയാരി. കരസേനയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ അബ്ദുർ റഹീം മൗസവിയുടെ ഉത്തരവനുസരിച്ചാണ് സൈന്യത്തെ വീണ്ടും ഇറാൻ ശക്തമാക്കിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർസാദെ, കര, വ്യോമ, നാവികസേനയുടെ കമാൻഡർമാർ എന്നിവർ ഇതിന് മേൽനോട്ടം വഹിക്കും. വിമാനത്തിന് 2000 കിലോമീറ്ററിലധികം, അതായത് 1242 മൈൽ ദൂരമെത്താനുള്ള ശേഷിയുമുണ്ട്. കൂടാതെ റാഡർ, ക്രോസ് സെക്ഷൻ ലെവലുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രതിരോധത്തെ മറികടക്കാനുള്ള കഴിവും ഇതിനുണ്ട്. മാത്രമല്ല രാജ്യത്തിന്റെ വടക്ക്, പടിഞ്ഞാറൻ മേഖലകളിൽ അത്യാധുനിക ലേസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും രാജ്യം പുറത്തുവിട്ടിട്ടുണ്ട്.